ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാല. അപ്പം മസാല ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. മസാലയ്ക്ക് വേണ്ടത് ഇതാ നോക്ക്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, 2 സ്മോൾ ഓണിയൻ, സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്. ഇവിടെ ഇത്തിരി എരിവ് വേണ്ടതുകൊണ്ട്, പിന്നെ നമ്മൾ മുളക് പൊടിയും വേറെ മസാലകളൊന്നും ഉപയോഗിക്കത്തില്ലാത്തതുകൊണ്ട് 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് വേണ്ടവർ അതിനനുസരിച്ച് ഇടാവൂ. ഓക്കെ, സിമ്പിളാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അധികം മസാലയൊന്നും ചേർക്കാത്ത നല്ലൊരു മസാലയാണിത്. മസാല എന്ന് പറയുമെങ്കിലും, പൂരി മസാല എന്ന് പറയുമെങ്കിലും ഇതൊരു സിമ്പിൾ കറിയാണ്. നമുക്കപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലാണ് പാചകം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കുക്കർ വെച്ചു, ഫ്ലെയിം കൊടുത്തു. കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് പച്ചമുളകും സവോളയും കൂടെ ഇട്ട് കൊടുക്കും. ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇത് നന്നായിട്ട് വഴറ്റിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അതിൻ്റെ അകത്ത് ആ ഉള്ളിയുടെ പച്ചപ്പൊന്ന് മാറുക മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ കിഴങ്ങ് ചതുരത്തി വേണം കിഴങ്ങും സവോള അരിയാൻ. നമ്മുടെ കിഴങ്ങും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ ഇടാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇത് പെട്ടെന്നാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാവും. നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. ഇത് നമ്മൾ ഒത്തിരി പൂരി മസാല എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് ചാറൊന്നുമുള്ള കറിയല്ല. നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊരു 2 വിസിൽ കേൾക്കുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. കറി റെഡിയാകുമ്പോഴേക്ക് നമുക്ക് പൂരി ഉണ്ടാക്കാം. നമ്മുടെ മസാല അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. വിസിൽ 1 അടിച്ചു.
2 വിസിൽ മതി. അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം അപ്പം നമുക്കിനി നമ്മുടെ മസാല എന്തുവരെ ആയെന്ന് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. കടുക് വറക്കാനുള്ള പാന റെഡിയായിട്ട് വെച്ചു. പൂരി ഉണ്ടാക്കിയ എണ്ണ തന്നെയുണ്ട്. അടുത്തൊരു 2 സ്പൂണ് ഒഴിച്ചേക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. നമുക്ക് 2 മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, നമുക്ക് നമ്മുടെ മസാല അപ്പോൾ നമ്മുടെ ടേസ്റ്റി മസാല റെഡിയായി എന്ന് പറയാം. ഇതൊന്ന് ശരിക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റി, ഇതിനകത്ത് വെള്ളം വറ്റി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല നന്നായിട്ട് വറ്റി റെഡിയായിട്ടുണ്ട്. ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഈ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. പൂരി മസാല നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ടും കൂടെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു ആണ് നമുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.